രണ്ട് വ്യക്തികൾ തമ്മിൽ എഗ്രി ചെയ്യുകയും ഒരുമിച്ച് ജീവിക്കാൻ വില്ലിങ് ആകുകയും ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ് മാരേജ്, അല്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ട ഡിസിഷനാണ് മാരേജ്. പക്ഷേ ആസ് ടൈം പാസസ് ചിലപ്പോൾ നമ്മൾക്ക് ചേഞ്ചസ് ഒക്കെ വന്നേക്കാം. അപ്പോൾ നമ്മളുടെ ചിന്താഗതിയിലും നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിലൊക്കെ ചേഞ്ചസ് വന്നേക്കാം. അപ്പോൾ പണ്ട് എഗ്രി ചെയ്തിരുന്ന കാര്യത്തോട് ചിലപ്പോൾ നമ്മൾക്ക് പിന്നീട് എഗ്രി ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മളുടെ പാർട്ട്ണറുമായിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഡിസഗ്രിമെൻറ്റ്സ് വന്നു എന്നിരിക്കാം. അങ്ങനത്തെ ഡിസഗ്രിമെൻറ്റ്സ് വരുന്ന സമയത്താണ് നമ്മൾ ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷനെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ ചില ആളുകൾക്ക് ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഡിവോഴ്സ് ചെയ്യാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു മാനേജിങ് ടെക്നിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മാരേജിൽ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ മാരേജിനെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജിങ് ടെക്നിക്ക് കണ്ടെത്താൻ പറ്റും. അതല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടും. സോ കൃത്യം സമയത്ത് പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.